ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ വെളിയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണേ, രണ്ട് കള്ളന്മാർ എൻ്റെ കാന്താരി ചെടിയിൽ നിന്ന് മുളക് മോഷ്ടിക്കുന്നു. നോക്കി ഇവിടെയൊക്കെ ഇനി ഇരട്ടവാൽ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇനി പറഞ്ഞതെന്ന് പറഞ്ഞോളൂ. എന്ന് രാവിലെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും കുറേ കാന്താരിയൊക്കെ നിലത്ത് വീണ് കിടക്കും, കുറേ എന്താ കാണാതിരിക്കും. എനിക്ക് സംശയമായിരുന്നു, കണ്ടോ നാളെ മുഴുവൻ ഞാൻ പറിക്കും കള്ളന്മാർ. അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ രണ്ട് റബ്ബർ പിണ്ടി കിടപ്പുണ്ട് കേട്ടോ. പിള്ളേരെ കണ്ട് കൊണ്ടേ ഇട്ടത്, ഇവിടെ കാണാൻ വേണ്ടി കളിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടേ ഇട്ടതാണ്. പിന്നെ അത് യഥാസ്ഥാനത്ത് കൊണ്ട് ഞാൻ ഇട്ടു കേട്ടോ, റബ്ബർ ചുട്ടി കൊണ്ടേ ഇട്ടു. അപ്പോൾ ഇന്ന് മുഴുവൻ നമ്മുടെ പറമ്പിലെ കാഴ്ചകളൊക്കെയാണേ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇറങ്ങിയാനുള്ള എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ റബ്ബറിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കും. എന്നിട്ടിങ്ങനെ റബ്ബർ പാൽ വരത്തില്ലേ, അതിങ്ങനെ മണത്തോണ്ടിരിക്കും കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിയാണ്, എനിക്ക് ഫീൽ ചെയ്യും ചില സമയത്തൊക്കെ. വല്ലാത്തൊരു അസുഖമാണല്ലേ. ഇന്നലെ കണ്ട് വെട്ടിയതാണ്, ഇന്ന് വെട്ടിയിട്ടില്ല. ഇതൊക്കെ ഒരു 8-9 മാസം മുമ്പ് വെച്ച കമുകാണ് കേട്ടോ. നോക്കി ഇത്രയൊക്കെ ആയി, പൊക്കം വെച്ചു. ഭയങ്കര വെയിലൊക്കെ വരുമ്പോഴത്തേന് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. തെളിഞ്ഞ ഭാവം എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും പള്ളയാണ് കേട്ടോ. പള്ള മീൻസ് പുല്ലും കാടും അങ്ങനെയൊക്കെ. ഇത്രയുണ്ട് കണ്ടോ. എല്ലാം വളർന്നു വരുന്നു, വളർന്നിട്ട് വേണം അടയ്ക്ക പറിക്കാൻ. അങ്ങനെ ഞാൻ വീടിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാം ക്ലീനാക്കി, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കെൻ്റെ മുകളിലോട്ട് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഇതുവരെ നടക്കാൻ പറ്റില്ല. അത്രയും ഹൈറ്റിലാണ്, കാണുമ്പോൾ അത്രയും തോന്നത്തില്ല, എന്നാലും ഹൈറ്റിലാണ് നമ്മുടെ വീടിൻ്റെ മുകൾ വശം ഇരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി മുകളിലോട്ട് കയറി. അപ്പോൾ ഇത് നോക്കിയേ, ഇതും എനിക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണേ. നല്ല മണമുണ്ട്. ഇതിൻ്റെ പേരൊക്കെ ഒന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തരും കേട്ടോ. ഇത് മറ്റൊരു പൂവ് കണ്ടോ, തേനീച്ച അവിടെ നിന്ന് തേൻ കുടിക്കുന്നുണ്ട്. കൂടുതൽ പരിപാടിക്ക് പോയാൽ ചിലപ്പോൾ മുക്കിനിട്ട് കുത്ത് കിട്ടും, അതുകൊണ്ട് ഞാൻ എങ്ങ് പോയില്ല. ഇത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എൻ്റെ ഇല ഇങ്ങനെ കയ്യിൽ കമ്മ്യൂണിസ്റ്റ് വെച്ചെന്നങ്ങാണ്ടാണോ ഇനി പറയുന്നതാണെന്ന് തോന്നുന്നു. കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കലായിരുന്നു എൻ്റെ ഇല. പിന്നെ ആ പൂവിങ്ങനെ കൈ വെച്ച് തിരുമ്പുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കാ കിട്ടും ചെറിയ. അതിനെ ആമയും മുയിലെന്ന് പറഞ്ഞ് കളിക്കുമായിരുന്നു ചെറിയ പ്രായത്തിൽ. ഇത് ഒരു പനയാണേ, ഇത് വെട്ടിക്കളയും വീണ്ടും ഉണ്ടാവും, അങ്ങനെ നിൽക്കുക. ഇത് മറ്റൊരു പന, എനിക്ക് കുറച്ച് വിറകും കിട്ടിയിട്ടോ. ഇതൊക്കെ നമ്മുടെ ആന കഴിക്കുന്ന പനയാണ്. 2 ടൈപ്പ് പനയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പയറിന് സമാനമായിട്ടുള്ള ഒരു കാട്ടുപയറാണേ. ഭയങ്കര കട്ടാണ് ഇതിന്. കട്ടെന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല, ഒരു കൊള്ളത്തില്ല അത്ര തന്നെ. എന്നെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ആടൊക്കെ കഴിക്കും, പിന്നെ ഒരുപാടൊന്നും ആടിന് കൊടുക്കാറില്ല. കണ്ടോ, പയറിനോട് സമാനമായിട്ടുള്ള പൂവൊക്കെ ആയിട്ടുള്ള ഒരു പയർ. ഇതിൻ്റെ പൂ കാണാൻ നല്ലതാണ്, ഇതിൻ്റെ കായും കാണാൻ നല്ലതാണ് കേട്ടോ. ഇത് കാട്ടു കാപ്പി എന്ന് പറയും കേട്ടോ, ഇല നീണ്ടിട്ട്. ഇതുണ്ടോ ഇത്, കാരണം ഇത് കാപ്പി, അതായത് കാപ്പി മരം ഇല്ലേ, അതുപോലെ ഇരിക്കും എൻ്റെ ഇലയൊക്കെ. ആടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മാത്രം വെട്ടിക്കൊണ്ടി കൊടുത്താൽ മതി, ആട് തിന്നോളൂ. അങ്ങനത്തെ ചെടിയാണ് ഇത്. വട്ടയില. മറ്റേ പാട്ട് എനിക്ക് ഓർമ്മ വരും, വട്ടയില പന്തലിട്ട്, ആ പാട്ടില്ലേ അത്. ഇതും കൊണ്ട് എങ്ങനെയാണ് പന്തലിട്ടതെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു ആ സംശയം ഇങ്ങനെ കിടക്കുകയാണ് എനിക്കിപ്പോഴും. ഇതൊരു കൈപ്പൻ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ചെറിയ പ്രായത്തിലൊക്കെ ദേഹത്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞൊക്കെ വരുമ്പോഴത്തേന് അമ്മ ഇതിങ്ങനെ കലയിലിട്ട് ഉരച്ച് ദേഹത്തൊക്കെ തേച്ച് തരുമായിരുന്നു. ഭയങ്കര കയ്പൻ മണമാണ്, കയ്പ്പ് മണം. പക്ഷേ എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കയ്പ്പ് മണം. ആടൊക്കെ തിന്നു. പിന്നെ ആ നിൽക്കുന്നതാണ് ഈന്ത്. ഈന്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കുറച്ച് വാഴയുണ്ട്. ഈന്തിൻ്റെ കായ് കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം, ഇലയുടെ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇത് തൊണ്ടി കേട്ടോ. ആട് തിന്നും, അത്രയ്ക്ക് തിന്നത്തില്ല. ഇത് തൊണ്ടിയുടെ ഒരു ബന്ധുവാണ് കണ്ടോ. ഇത് നാച്ചുറൽ സാൻഡ് പേപ്പറാണ് കേട്ടോ. സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് അതെ, അതുപോലെ സാധനം. അതായത് കയ്യിലൊക്കെ ഉരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് ഫീൽ ചെയ്യും കണ്ടോ. കിരീരിപ്പൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഉരയ്ക്കാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ മീനൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഉരച്ച് കളയണമെന്ന് വെച്ചു. ഇത് മതി ഉരച്ച് കളയാൻ, കല്ലിട്ട് ഉരയ്ക്കൊന്നും വേണ്ട. ഭയങ്കര ഒരു ഹാർഡാണ് എൻ്റെ ഇല. അപ്പോൾ അതേ കൂണ് കണ്ടു കേട്ടോ, ഒരു തെങ്ങിനുണ്ടായിരിക്കുന്നത്. ഇത് ഞാൻ പിന്നെ അത് പറിച്ചുകൊണ്ട് പോയി. പിള്ളേർ കുറച്ച് മൂത്ത വെച്ച് അത്യാവശ്യം പടമൊക്കെ വരയ്ക്കും കേട്ടോ. അവൾക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നെ അത് പറിച്ചുകൊണ്ട് പോയി 2-3 എണ്ണം. നല്ല രസമായിരിക്കും പെയിൻ്റൊക്കെ അടിച്ചാൽ കാണാൻ. നല്ല ഭംഗിയല്ലേ, പ്രകൃതിയുടെ ഒരു കലാവിരുതേ. പിന്നെ വീഡിയോ ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ അടുത്തിരിക്കുന്നത്, ആരും വേറൊന്നും വഴക്കൊന്നും പറയല്ലേ.
ഇതാണ് ഞാൻ പറഞ്ഞ കാട്ടുപയറിൻ്റെ പൂവ്, സാധാരണ പയർ പോലെ തന്നെ. പിന്നെ ഈ ചെടിയിൽ ഒരു കായ ഉണ്ടാകുന്നുണ്ട്, ഇപ്പോഴില്ല. ഈ കറുത്ത വലിയ ബ്രൗൺ കളറിലുള്ളൊരു കായ്, ചെറിയ മധുരവും ചെറിയ പുളിയൊക്കെ ആയിട്ട്. പണ്ടൊക്കെ അത് തിന്നുമായിരുന്നു. ഇത് മറ്റൊരു ചെടി, ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇതുപോലെ തലയിൽ തേക്കാനൊക്കെ, മുടി വളരാനും തലയ്ക്ക് തണുപ്പ് കിട്ടാനൊക്കെ ഉപയോഗിക്കും. പിന്നെ അലർജിയോ പനിയൊക്കെ ഉള്ളവർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, പെട്ടെന്നുണ്ടാകുന്നവർ. 2 ദിവസത്തേക്ക് പിന്നെ നോക്കണ്ട, 2 ദിവസമല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അപ്പം ഞാൻ കാണാതെ ഒരാൾ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, എങ്ങനെയോ കയറി. ഓരോരുത്തരും ജീവിക്കാൻ പെടുന്ന പാടല്ലേ. അവസ്ഥകൾ അവർ തന്നെ മാറ്റി ഉണ്ടാക്കുകയാണ് അവസ്ഥകൾ ജീവിക്കാൻ വേണ്ടി. എനിക്കങ്ങനെ മനസ്സിലായത് അങ്ങനെയാണ്. ഇതാണ് ഞാൻ അടുത്ത് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഈന്ത്. ഇതിൽ നിന്നുണ്ടാകുന്ന കായ്, അത് പല വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ കട്ടെല്ലാം കളഞ്ഞ് പൊടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഇത് പറമ്പിൽ ഒരു കായ് കിടക്കുന്നത് കണ്ടു. ഇതാണ് ഞാൻ തപ്പി വന്ന സാധനം, ഒരു കൊക്കോ കേട്ടോ. ഇവിടുന്ന് ദൂരെ, ഒത്തിരി ദൂരെയാണ്, മുകളിലോട്ടാണ്. നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ്റെ പൈപ്പ് മുകളിൽ നിന്ന് ഒരു ഓലിക്കകത്ത് നിട്ടേക്കുന്നതാണേ, ഒരു പൈപ്പ്. എന്നാ അങ്ങോട്ട് പോകണം, ഇവിടത്തൊന്നും അല്ല, ഒത്തിരി ദൂരെയാണ്. ആ പയറിൻ്റെ കായ് കേട്ടോ. ഇത് കുറേ കഴിയുമ്പോഴത്തേന് ഇത് ഉണങ്ങി കറുത്ത് വരും. അപ്പോൾ കിളികിളിന്ന് പറഞ്ഞ് കിലുങ്ങുവേ. ഇതിങ്ങനെ ചാക്ക് നിറച്ച ആൾക്കാർ പറിച്ചൊക്കെ ഇത് കൊടുക്കുന്ന കാണാം. എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്നവരാരെങ്കിലും ഒന്നും പറഞ്ഞേരെ. അപ്പോൾ ഇതേ നമ്മുടെ കൊക്കോ മരത്തിൻ്റെ അടുത്തെത്തി. ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അണ്ണാൻ വല്ലതും തിന്നോ എനിക്ക് സംശയമായിരുന്നു കേട്ടോ. പിന്നെ അണ്ണാൻ ഒരുത്തം പോലും ഇപ്പോൾ ഇവിടെ കാണാനില്ല. നമ്മുടെ കർമ്മമ്പൂച്ച ആഴ്ച 2 എണ്ണത്തിനെ വീതം പിടിക്കും കേട്ടോ. അതിനുമ്പം അണ്ണാൻ്റെ ശല്യം കുറവാണ്. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹമാണ് ഇതൊന്ന് കഴിക്കണമെന്ന്. പണ്ടൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. കുരു ഒരിക്കലും കഴിക്കല്ലേ. പിന്നെ ആ പച്ചയും കൂടി ഞാൻ പറിച്ചു. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പഴുത്തോളും കേട്ടോ, അല്ലെങ്കിൽ അണ്ണാൻ തിന്നുകൊണ്ട് പോകും. അതും കൂടി പറിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേ ചക്ക നിൽക്കുന്നു. എൻ്റെ ഫേവറേറ്റാണ് ചക്ക കേട്ടോ. നോക്കിയേ, മുകളിലോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ മൂത്തതാണ്, അത്യാവശ്യം അടുത്തൊക്കെ സമയത്ത് പറിക്കാറായതാണ്. അടിയിൽ ഒരെണ്ണം ഉണ്ട്, അത് കൈയെത്തി പറിക്കാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോട്ടിട്ട് വെച്ചേക്കുക, പോയി പറിക്കണം. ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നട്ട് വെക്കാത്ത ചേമ്പ്, ഈ പറമ്പിൽ ചുമ്മാ നിൽക്കുന്ന ചേമ്പാണ്. കുറേയൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് പറമ്പിലൊക്കെ ആയിട്ട് തൊട്ടടുത്തൊക്കെ ആയിട്ട് നട്ട് വെച്ചു. അതിലൊക്കെ ഇഷ്ടം പോലെ കായുണ്ട് കേട്ടോ. അല്ല, വിത്തുണ്ട്, കായല്ല. പിള്ളേർ താഴെ നിന്ന് നോക്കിയിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്ന് അവർക്ക് സംശയം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, അമ്മ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. ഞാനത് ഇറങ്ങി വരുവാന്ന് പറഞ്ഞപ്പം പിന്നെ സമാധാനമായി. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി വരുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇറങ്ങി ചെന്ന് കേട്ടോ. രണ്ടും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർക്ക് അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. കായ് കണ്ട കൊതിയാവുമല്ലേ, നല്ല കളറ്. അങ്ങനെ പൊട്ടിച്ചു കേട്ടോ. ചിലർ കത്തി വെച്ച് പൊട്ടിക്കാറുണ്ട്, ചിലർ കല്ലിലിട്ട് പൊട്ടിക്കും. ഞാനിത് എങ്ങനെയാണ് പൊട്ടിക്കുന്നത് കണ്ടോ, നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുവേ. ഒരിക്കലും ഇതിൻ്റെ കായ് മുറിച്ചിൻ്റെ അകത്ത് ആ ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ, അത് കഴിക്കരുത്. എൻ്റെ വെളിയിലും മാത്രം കഴിച്ചിട്ട് കളയാവുള്ളൂ. ആ വെള്ള കളറ് അങ്ങനെങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ കൊണ്ടുണ്ടല്ലോ ഒരാഴ്ചത്തേക്ക് നമ്മൾ വെള്ളം കുടിച്ചു പോകും. അത്രയും ബുദ്ധിമുട്ടാണ്. കയ്പ്പും അതിൻ്റെ ഒരു അസിഡിറ്റി ഒക്കെ ഉണ്ടാവും നമുക്ക്. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു കേട്ടോ. ഐസ്ക്രീം ഇളയതിന്, അവൾ എന്നെ പോലെയാണ് കേട്ടോ, എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനും കഴിക്കാനൊക്കെ ആഗ്രഹമാണ്. കണ്ടോ എത്ര ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരിക്കുന്നതെന്ന്. ഇതിൻ്റെ വെളിയിൽ നമ്മളിങ്ങനെ കഴിച്ചിട്ട് ആ കുരു കളയണം, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇടപാട്. പക്ഷെ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര പുളി. സാധാരണ ചിലതിനൊക്കെ നല്ല മധുരമായിരിക്കുമേ. അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുവാണ്. കുറച്ചേ ഞാൻ കൊടുത്തോളൂ കേട്ടോ. പുളിയോട് പുളി. നിങ്ങളിങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കൊക്കോ? ഇതിപ്പോൾ ഒത്തിരി കൊക്കോയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പ്ലാസ്റ്റിക് ചാക്കിനകത്തോ കൂടിനകത്തോ ഒക്കെ ഇട്ടിട്ട് കെട്ടി വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇത് പുളിച്ച് അതിൻ്റെ വെള്ളം നീരില്ലേ, ആ വൈറ്റ് കളറ്, അതിങ്ങനെ താഴേക്ക് ഒഴുകിപ്പോയി കഴിയുമ്പോൾ പരിപ്പായിട്ട് മാത്രം കിട്ടും. അത് പിന്നെ ഉണങ്ങിയെടുക്കാൻ എളുപ്പം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് ഞാൻ അവൾക്ക് കൊടുത്തേ, അവൾ തിരിച്ച് തുപ്പി തന്ന്. ഭയങ്കര പുളി. ഇഷ്ടപ്പെട്ടില്ല പുളിക്ക്.
നോട്ടം കണ്ടാൽ തന്നെ അറിയാം. മൂത്തവളുടെ കാര്യം പിന്നെ പറയണ്ട, അവളത് കഴിക്കത്തില്ല കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഇതൊരു ഫ്രൂട്ട്സ് ആണല്ലോ, ഒരു സാധനങ്ങൾ കഴിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഉള്ളത് ഞാൻ അങ്ങോട്ട് ഉണക്കാൻ വെക്കാമെന്ന് ഓർത്ത്. കുറേ കൂടി ഉണ്ട് ഇനി പറിക്കാൻ. അങ്ങനെ ചേമ്പലയിൽ വേറെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ചേമ്പലയിൽ ഞാൻ എല്ലാം കൂടി പെറുക്കിയിട്ട് കേട്ടോ. ഒത്തിരി ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കിതുപോലെ കൂടിനകത്തൊക്കെ ഇട്ട് അതിൻ്റെ പുളിപ്പിച്ച് അതിൻ്റെ പരിപ്പ് മാത്രമായിട്ട് എടുക്കാമായിരുന്നു. ഇത് മതി. കുറേയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പം കൊക്കോയ്ക്കൊക്കെ നല്ല വിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം. പിന്നെ ഇത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുമ്പോഴത്തേന് സൂക്ഷിക്കണം. മഴക്കാലത്തൊക്കെയാണ് ഇതിനകത്ത് കൊതുക് വന്ന് മുട്ടയിടും, നല്ല കടി കിട്ടും. കണ്ട് 2 പൂ ഇരിക്കുന്നേ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല മഞ്ഞ കളറുള്ള. അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു പാഷൻ ഫ്രൂട്ട് വീണ് കിട്ടി കേട്ടോ. അടിപൊളി ചിങ്കലല്ല കണ്ടോ. ഞാൻ താഴേക്ക് പറഞ്ഞു വീണ അതൊക്കെ പഴുത്ത്, ആ വള്ളിയെന്നൊക്കെ ഉള്ളതെല്ലാം പഴുത്ത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. പറമ്പിലെ കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ. പ്രകൃതി ഇഷ്ടപ്പെടുന്നവരൊക്കെ പോരട്ടെ, സബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.